ഒരു വശത്ത് 22ാം ദിവസത്തിലും തങ്ങളുടെ ആനുകൂല്യങ്ങൾക്കും നീതിക്കും വേണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ പൊരുതുന്ന ആശാ വർക്കർമാർ, മറുവശത്ത് ഇവർക്കെതിരെ മുഖം തിരിക്കുന്ന സർക്കാരും. സഭയിലും കത്തിക്കയറി ആശാപ്രവർത്തകരുടെ പ്രതിഷേധം. അതെ, വിഷയം അല്പം ഗുരുതരമാകുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശമാരെ കണ്ടില്ല എന്ന് വെക്കുന്ന നടപടി തുടരുകയാണ്. എല്ലാത്തിനും കേന്ദ്രത്തെ കുറ്റം പറയുന്ന കേരളത്തിന്റെ നിലപാട് ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സഭയിലെ ചർച്ചയും മന്ത്രി വീണ ജോർജിന്റെ അഭിപ്രായവും ശ്രദ്ധേയമാണ്. അതൊന്ന് കേട്ടിട്ട് വരാം. 2007 സർ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇത് ആരംഭിച്ചത്, ആശാ സ്കീം ആരംഭിച്ചത്. സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 26,125 പേരാണ് സർ 14 ജില്ലകളിലായിട്ട് പ്രവർത്തിക്കുന്നത്. സർ 2011-12 സംസ്ഥാന ബജറ്റിൽ അന്നത്തെ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അംഗം അക്കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇവർക്കൊരു ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു. സർ അവിടെ നിന്ന് 2016 ഓണറേറിയം 1000 രൂപയായിരുന്നു. സർ ഇന്ന് അത് 7000 രൂപയായി സംസ്ഥാന സർക്കാർ ഓണറേറിയം നൽകുന്നുണ്ട്. നാം കാണേണ്ടത്, ഇത് സംബന്ധിച്ച് പല തെറ്റായ കാര്യങ്ങളും ചില മാധ്യമങ്ങളെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ ആ ഓണറേറിയം മാത്രമല്ല, അപ്പോൾ തെറ്റായിട്ട് അതും വ്യാഖ്യാനിക്കുന്നുണ്ട്. സർ ഓണറേറിയം മാത്രമാണ്, അങ്ങനെയല്ല. ഓണറേറിയം കൂടാതെ 3000 രൂപ ഫിക്സ്ഡ് ഇൻസെന്റീവ് ഉണ്ട്. സർ ആ ഫിക്സ്ഡ് ഇൻസെന്റീവ് കൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കും, ഇപ്പോൾ ഒരു കുഞ്ഞിന് ഇമ്മ്യൂണൈസേഷൻ, അത് സാധാരണ ഇമ്മ്യൂണൈസേഷന് 20 രൂപ എന്നുള്ളതാണ്. നാം കാണേണ്ടത്, ആശാ സ്കീം തുടങ്ങുമ്പോൾ കേന്ദ്രം നിശ്ചയിച്ച ഇൻസെന്റീവാണ് 20 രൂപ എന്നുള്ളതാണ്. ഞാൻ 2024 ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ, പുതിയ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇവിടെയുണ്ട്. പ്രീ ബജറ്റ് ഡിസ്കഷന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇക്കാര്യം, അതായത് സ്കീം വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള അവർക്ക് നൽകുന്ന കേന്ദ്ര വിഹിതങ്ങളിൽ വർധന ഉണ്ടാകണം എന്നുള്ളതാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഡൽഹിയിൽ ഇക്കാര്യം ഉന്നയിച്ചതായിട്ട് രേഖകളുണ്ട്. സർ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫിക്സ്ഡ് ഇൻസെന്റീവ് കൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെന്റീവ് ഉണ്ട്. സർ ജനുവരിയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ആശമാർക്ക് 90% ആശമാർക്ക് കേരളത്തിൽ ലഭിക്കുന്ന തുക 10,000-നും 13,000-നും ഇടയിലാണ്. സർ 90% ആശമാർ, അതായത് 26,125 പേരിലും 90% പേർക്കും 10,000-നും 13,000-നും ഇടയിൽ തുക അവർക്ക് വേതനം ലഭിക്കുന്നുണ്ട്. സർ ശരി, ഇനി കുറച്ച് ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഓണറേറിയവും ഫിക്സഡ് എമൗണ്ടും നൽകുന്നു, ശരി തന്നെ. പക്ഷേ 750 രൂപയോളം ഇവരിൽ നിന്ന് കട്ട് ചെയ്യുന്നത് എന്തിനാണ്? പെൻഡിംഗ് ആയ ശമ്പളം എപ്പോഴാണ് നൽകുന്നത്? ഈ ഓണറേറിയം കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ ചോദ്യങ്ങൾ നീണ്ടുപോകും. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് കുട സമ്മാനിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ചുകൊണ്ട് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഇന്ന് രംഗത്തെത്തിയിരുന്നു. സമരനായകൻ സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ. എല്ലാവർക്കും കുട കൊടുക്കുന്നു, ഇനി ഒരു ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേർ പരാതിപ്പെട്ടതോടെ ഉമ്മ കൊടുക്കൽ നിർത്തിയെന്ന് തോന്നുന്നു. ഇപ്പോൾ കുട കൊടുത്തെന്ന് കേട്ടു. കുട കൊടുക്കുന്നതിന് പകരം ഓണറേറിയത്തിന്റെ കാര്യം പാർലമെന്റിൽ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊടുക്കേണ്ടതല്ലേ? ആ ഓഫറുമായിട്ട് വേണ്ടേ സമരപന്തലിൽ വരാൻ എന്നാണ് KN ഗോപിനാഥ് പരിഹാസത്തോടെ പറഞ്ഞത്. ഈ പരിഹാസം എന്നാണ് അവസാനിക്കുന്നത്? അത് മാത്രമൊന്നുമല്ല, കഴിഞ്ഞ ദിവസമാണ് മഴയെ തുടർന്ന് ആശമാർ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിച്ചു മാറ്റിയതും വൻ വിവാദമായിരുന്നു. ഇത് പോലീസുകാരെ കൊണ്ട് സർക്കാർ മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാണ് എന്ന തരത്തിലും വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ഇത്തരത്തിൽ ആശാ വർക്കർമാരുടെ സമരം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഇരട്ടത്താപ്പ് കൂടുതൽ വ്യക്തമാവുകയാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. തങ്ങൾ ഭരിക്കുന്നയിടങ്ങളിൽ ഒരു നിലപാടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാടും എന്നതാണ് പണ്ടേ അവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി എപ്പോഴാണ് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നതാണ് ലോകത്തിന്റെയും ജനങ്ങളുടെയും ചോദ്യം. ഇതൊരു വിമർശനാത്മകമായ ചോദ്യം തന്നെയാണ്. ഇതിനൊരു പരിഹാരമാണ് നമുക്ക് വേണ്ടത്. അത് ആശമാരോടുള്ള നീതിയാവട്ടെ എന്നത് പ്രത്യാശിക്കാം.